എല്ലാവർക്കും പ്രഭാതവന്ദനങ്ങൾ അറിയിക്കുന്നു. ഒരു പുതിയ ദിവസം കൂടെ ദൈവം നമുക്ക് സമ്മാനിച്ചിരിക്കുന്നുവല്ലോ. ഇന്നത്തെ ദിവസം എല്ലാവർക്കും സന്തോഷപ്രദമാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഓരോ ദിവസവും ദൈവത്തിൻ്റെ ദാനമാണല്ലോ, അതുകൊണ്ട് ദൈവത്തിന് നന്ദി പറയാം. പ്രഭാത സമയം എന്ന് പറയുന്നത് വളരെ സന്തോഷകരമായ ഒരു സമയമാണ്. ഇന്ന് രാവിലെ സൂര്യൻ്റെ കിരണങ്ങൾ നമ്മുടെ ചുറ്റുപാടുകളിൽ വ്യാപിക്കുമ്പോൾ ഈ ആകാശത്തിൻ്റെ പ്രഭയും അതേപോലെ തന്നെ നാം അധിവസിക്കുന്നതായ ഭൂമിയുടെ മനോഹാരിതയും എല്ലാം കാണുവാനുള്ള ഒരവസരം കൂടെ ദൈവം നമ്മുടെ ജീവിതത്തിൽ സമ്മാനിച്ചിരിക്കുന്നു. അത് സന്തോഷകരമാണ്. എല്ലാവർക്കും അത് സന്തോഷപ്രദമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഒരുപക്ഷെ പല വിധത്തിലുള്ള പ്രയാസങ്ങളിലൂടെയോ ജീവിതഭാരങ്ങളിലൂടെയോ ഒക്കെ കടന്നു പോകുന്നവരുണ്ടാകാം. എന്നിരുന്നാലും പ്രഭാതം നമുക്ക് നൽകുന്ന ഒരു വലിയ ആശ്വാസവും സന്തോഷവും സമാധാനവും ഒക്കെ ഒന്ന് വേറെ തന്നെയാണ്. അത് നമുക്ക് നൽകുന്നതായ പ്രതീക്ഷകളും വളരെ അധികമാണ്. അതുകൊണ്ട് ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഇത് സന്തോഷപ്രദമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നാം അധിവസിക്കുന്നതായ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് എത്രയോ അത്ഭുതകരമായ ഒരു കാര്യമാണ്. ഈ പ്രപഞ്ചത്തിലെ ഓരോ ഗോളങ്ങളും പ്രപഞ്ചത്തിലെ ഓരോ ചലനങ്ങളും നോക്കുമ്പോൾ എത്രയോ അത്ഭുതാവഹമായ ഒരു കാര്യമാണ് ദൈവം സൃഷ്ടിച്ചിട്ടുള്ളത് എന്നത് ചിന്തിക്കേണ്ടതായിട്ടുള്ളതാണ്. ഒരുപക്ഷെ ദൈവമില്ല എന്ന് പറയുന്ന ധാരാളം ആളുകൾ നമ്മുടെ ചുറ്റുപാടുകളുണ്ട്. ദൈവവചനം അവരെ സംബന്ധിച്ച് പറയുന്നത് ദൈവമില്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു എന്നാണ്. അടുത്ത സമയത്ത് ഈ ദൈവമില്ല എന്ന് വാദിക്കുന്ന ആളുകളുടെ എണ്ണം വളരെയധികം വർദ്ധിച്ചിരിക്കുകയാണ്. കാരണം ആധുനികമായിട്ടുള്ള പല കാര്യങ്ങളും പല ശാസ്ത്രീയ കാര്യങ്ങളും ഒക്കെ അവരുടെ ബുദ്ധിമണ്ഡലത്തിലേക്ക് പ്രവേശിച്ചിട്ട് ദൈവമില്ല എന്ന് വാദിക്കുവാനും അതിനെ സ്ഥാപിക്കുവാനും ഒക്കെ ശ്രമിക്കുന്ന ആളുകൾ ധാരാളം വർദ്ധിച്ചിരിക്കുന്നു. എന്നാൽ നാം അധിവസിക്കുന്ന ഈ പ്രപഞ്ചത്തെ ഒന്ന് നോക്കുമ്പോൾ ഇത് തനിയെ ഉണ്ടായി വന്നതാണ് എന്നെങ്ങനെയാണ് പറയുവാൻ സാധിക്കുക? കാരണം ഇതിലെ ഓരോ അംശങ്ങളും നോക്കുമ്പോൾ പിഴവുകളില്ലാതെ അത്രമാത്രം കൃത്യമായി സ്ഥാപിച്ചിരിക്കുന്നവയാണ് ഓരോന്നും എന്ന് കാണുവാൻ കഴിയും. ഇതിലെ ഗോളങ്ങളാകട്ടെ, ആകാശമാകട്ടെ, അതുപോലെ തന്നെ നക്ഷത്രങ്ങളാകട്ടെ, സൂര്യനാകട്ടെ, എന്തു തന്നെ ആയിരുന്നാലും എത്രയോ കൃത്യതയോടെയാണ് ദൈവം ഇതെല്ലാം സൃഷ്ടിച്ചിട്ടുള്ളത്. നാം അധിവസിക്കുന്നതായ ഭൂമിയുടെ കാര്യം തന്നെ ഒന്ന് എടുത്തു നോക്കുക. എത്രമാത്രം വലിയൊരു ഗ്രഹമാണ് ഭൂമി എന്നുള്ളത് ശാസ്ത്രലോകം വിവിധ പരീക്ഷണങ്ങളിലൂടെ കണ്ടെത്തിയിട്ടുണ്ട്. നമുക്കറിയാം, ഭൂമിയെ സംബന്ധിച്ച് ശാസ്ത്രലോകം പറയുന്നത് ഭൂമധ്യരേഖയിൽ അതിൻ്റെ ചുറ്റളവ് 40,075 കിലോമീറ്ററാണ് എന്നുള്ളതാണ്. അതിൻ്റെ ധ്രുവപ്രദേശങ്ങളിലേക്ക് ചെല്ലുമ്പോൾ 40,008 കിലോമീറ്റർ ചുറ്റളവ് അവിടെ തന്നെ ഉണ്ട്. അത്രമാത്രം വലിപ്പമേറിയ ഒരു ഗോളമാണ് നാം അധിവസിക്കുന്നതായ ഭൂമി. ഈ ഭൂമിയെ വാസ്തവത്തിൽ ശൂന്യതയിലാണ് നിർത്തിയിരിക്കുന്നത്. ആ ശൂന്യതയിൽ ഇളകിപ്പോകാതെ വണ്ണം അതിനെ സ്ഥാപിച്ചിരിക്കുന്നു എന്നാണ് 104 സങ്കീർത്തനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. 104 സങ്കീർത്തനം അതിൻ്റെ 5-ാം വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നത് അവൻ ഭൂമിയെ അതൊരിക്കലും ഇളകിപ്പോകാതെ വണ്ണം അതിൻ്റെ അടിസ്ഥാനത്തിന്മേൽ സ്ഥാപിച്ചിരിക്കുന്നു എന്നത്രേ. നോക്കുക, എത്രയോ അത്ഭുതകരമായി ദൈവം അതിനെ നിർമ്മിച്ചിരിക്കുന്നു, എത്രയോ അത്ഭുതകരമായി അതിനെ സ്ഥാപിച്ചിരിക്കുന്നു. നമുക്കറിയാം, ഈ ഭൂമി ഏതെങ്കിലും ഒരു പോയിന്റിൽ സ്ഥിരമായി നിൽക്കുകയല്ല. അത് സ്വയം തിരിയുകയും സൂര്യനെ വലം വയ്ക്കുകയും ചെയ്യുന്നു. എത്രയോ അത്ഭുതകരമായ ഒരു കാര്യമാണിത്. വാസ്തവത്തിൽ ഭൂമിയുടെ സ്വയം ഭ്രമണത്തിന് 24 മണിക്കൂറാണ് എടുക്കുന്നതെന്നുള്ളത് നമുക്കറിയാം. അതേസമയം തന്നെ ഭൂമധ്യരേഖയുടെ ഭാഗത്ത് നോക്കുമ്പോൾ 1 മണിക്കൂറിൽ 1670 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കത്തക്ക നിലയിലാണ് അതിൻ്റെ സ്വയം ഭ്രമണം നടക്കുന്നത്. 24 മണിക്കൂർ കൊണ്ട് ഒരു തവണ ഈ ഭൂമി തിരിഞ്ഞു വരുന്നു. ഇതേപോലെ തന്നെ
സൂര്യനെ വലം വയ്ക്കുന്നതിന് വേണ്ടി ഒരു വലിയ സ്പീഡിലാണ് ഇത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതേതാണ്ട് 1,07,000 കിലോമീറ്റർ ദൂരമാണ് ഒരു മണിക്കൂറിൽ അത് താണ്ടുന്നത്. അങ്ങനെയാണ് 365 ദിവസം എടുത്തുകൊണ്ട്, ഒരു വർഷം സമയം എടുത്തുകൊണ്ട് അത് സൂര്യനെ വലം വെച്ച് വരുന്നത്. നോക്കുക, ഇത് എത്രയോ അത്ഭുതാവഹമായ ഒരു കാര്യമാണ്. എത്ര കൃത്യതയോടെ ഈ ശൂന്യതയിൽ ഈ ഒരു ഗോളം ഇങ്ങനെ സൂര്യന് ചുറ്റും തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ ഗോളം തന്നെയല്ല, ഈ പ്രപഞ്ചത്തിൽ കാണുന്ന സകല ഗോളങ്ങളും വളരെ കൃത്യതയോടെ ദൈവം നിർമ്മിച്ചിട്ടുള്ളതായ അതിൻ്റെ വഴികളിലൂടെ അത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ഇതെത്രയോ അത്ഭുതാവഹമായ ഒരു കാര്യമാണ്. ഇനി ഭൂമിയുടെ കാര്യം എടുത്താൽ, ഈ ഭൂമിക്ക് ഒരു 23.5 ഡിഗ്രി ചരിവുണ്ടെന്ന് ശാസ്ത്രലോകം കണ്ടെത്തിയിട്ടുണ്ട്. സൂര്യനുമായിട്ടുള്ള അതിൻ്റെ സ്ഥാനം വെച്ച് നോക്കുമ്പോൾ ഒരു 23.5 ഡിഗ്രി ചരിവിലാണ് അത് നിലകൊള്ളുന്നത്. അതുകൊണ്ടാണ് നമുക്ക് കാലങ്ങൾ മാറി മാറി വരുന്നത്. നമുക്കറിയാം, ഓരോ കാലങ്ങളും അതാത് സമയങ്ങളിൽ ഭൂമിയിൽ മാറി മാറി വരാറുണ്ട്. അത് വേനൽക്കാലമായി, മഴക്കാലമായി, ശരത്കാലമായി, ശീതകാലമായി ഒക്കെ നമുക്ക് അനുഭവപ്പെടുന്നു. ഇതെല്ലാം വളരെ കൃത്യതയോടെ ഭൂമിയിൽ അനുഭവപ്പെടാനുള്ള കാരണമെന്താണ്? ഭൂമിക്ക് ഒരു 23.5 ഡിഗ്രി ചരിവുള്ളത് കൊണ്ടാണ്. ഈ 23.5 ഡിഗ്രി ചരിവില്ലായിരുന്നുവെങ്കിൽ സൂര്യപ്രകാശം ഭൂമധ്യരേഖയിൽ മാത്രം നേരെ പതിക്കുകയും ധ്രുവപ്രദേശങ്ങളിലേക്ക് പ്രകാശം ഇന്ന് ലഭിക്കുന്നത് പോലെ കിട്ടാതിരിക്കുകയും ചെയ്യുമായിരുന്നു. മാത്രമല്ല, നാം ഇന്ന് അനുഭവിക്കുന്നതായ ഈ വിവിധ കാലങ്ങൾ മാറി മാറി വരികയില്ലായിരുന്നു. എന്നാൽ ഭൂമിയുടെ എല്ലാ ഭാഗത്തും സൂര്യപ്രകാശം എത്തത്തക്ക നിലയിലും വിവിധ കാലങ്ങൾ മാറി മാറി വരത്തക്ക നിലയിലും ദൈവം തന്നെ നമുക്ക് വേണ്ടി ഒരുക്കിയ ഒരു സംവിധാനമാണ് ഈ 23.5 ഡിഗ്രി ചരിവെന്ന് പറയുന്നത്. ഇതെങ്ങനെ നമുക്ക് വിശ്വസിക്കാതെ ഇരിക്കും പ്രിയമുള്ളവരെ? എന്തുകൊണ്ടാണ് മറ്റു ഗോളങ്ങൾക്ക് ഇങ്ങനെ ഒരു സംവിധാനമില്ലാത്തത്? എന്നാൽ ഭൂമിക്ക് മനുഷ്യൻ്റെ പാർപ്പിന് വേണ്ടി ദൈവം ഒരുക്കിയ ഈ ഗോളത്തിന് ദൈവം നൽകിയിട്ടുള്ള സവിശേഷമായ ഒരുപാട് ഗുണഗണങ്ങളുണ്ട്. അതിലൊന്നു മാത്രമാണ് ഞാൻ ഓർപ്പിച്ചത്. ദൈവം എത്രയോ കൃത്യമായി ഈ ഭൂമിയെ നിർമ്മിച്ച് നമുക്ക് വേണ്ടി നൽകിയിരിക്കുന്നു. അത്യുന്നതനായ ദൈവത്തിൻ്റെ മഹത്വത്തെ കാണുവാൻ ദൈവം ഈ സൃഷ്ടികളിലൂടെ നമുക്ക് ഇന്ന് രാവിലെ ഒരവസരം നൽകി തരികയാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നത്, ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. 8-ാം സങ്കീർത്തനം 3-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, നിന്റെ വിരലുകളുടെ പണിയായ ആകാശത്തെയും നീ ഉണ്ടാക്കിയ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കുമ്പോൾ മർത്യനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്ത്, മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്തുമാത്രം. നോക്കുക, വലിയവനായ ദൈവം എത്രമാത്രം അത്ഭുതകരമായി ഈ പ്രപഞ്ചത്തെ നിർമ്മിച്ചിരിക്കുന്നു. ഈ അത്യുന്നതനായ ദൈവം, സർവത്തെയും സൃഷ്ടിച്ച വലിയവനായ ദൈവം, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന സർവശക്തനായ സർവവ്യാപിയായ സകലത്തെയും അടക്കി ഭരിക്കുന്ന തേജോരൂപിയായ ആ വലിയവനായ ദൈവത്തിൻ്റെ അരികിൽ ഇന്ന് രാവിലെ അടുത്തു ചെല്ലുവാൻ ദൈവം നമുക്ക് അനുവാദം നൽകിയിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഈ വിലയേറിയ അനുവാദത്തിനായി നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാം. കർത്താവായ യേശു ക്രിസ്തുവിലൂടെ പിതാവാം ദൈവത്തിൻ്റെ അരികിലേക്ക് അടുത്ത് ചെല്ലാം. ഇന്ന് രാവിലെ നമ്മുടെ ഹൃദയം നിറഞ്ഞ നന്ദിയാൽ ആ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് ദൈവത്തിന് നന്ദി പറയാം. നമ്മുടെ കുറ്റങ്ങളും കുറവുകളും ഒക്കെ ഏറ്റുപറയുമ്പോൾ നമ്മെ സ്നേഹിക്കുന്ന, നമ്മെ സഹായിക്കുന്ന, നമ്മെ അനുഗ്രഹിക്കുന്ന ആ വലിയവനായ ദൈവത്തിൻ്റെ അരികിലേക്ക് അടുത്ത് ചെല്ലുവാനും അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനും നമുക്ക് അനുവാദമുണ്ടല്ലോ. അതോർത്ത് നമുക്ക് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ആ ക്രിസ്തുവേശുവിലൂടെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന എല്ലാ പദവികൾക്കായും ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാം. ഇന്ന് രാവിലെ നമ്മുടെ കണ്ണുകളെ അടച്ച് ദൈവത്തിന് നന്ദി പറയാം. അതോടൊപ്പം നമ്മുടെ ആവശ്യങ്ങളും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ക്രിസ്തുവേശുവിലൂടെ അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാം നല്ല ദൈവമേ,
അവിടുന്ന് അഖിലാണ്ടത്തിൻ്റെ ഉടയവനായ, സർവത്തിൻ്റെയും സൃഷ്ടാവായ, അത്യുന്നതനായ, സർവവ്യാപിയായ, സർവത്തിൻ്റെ ഉടമസ്ഥനായ, സർവത്തെ അടക്കി ഭരിക്കുന്ന, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന അപ്രമേയനായ ദൈവമാകയാൽ ഞങ്ങൾ അവിടുത്തെ മുൻപാകെ സകല സ്തുതിയും സ്തോത്രവും ബഹുമാനവും അർപ്പിക്കുന്നു. കൃമികീടങ്ങളായ ഞങ്ങൾക്ക് അവിടുത്തെ സന്നിധിയിൽ അടുത്തു വരുവാൻ ക്രിസ്തുവേശുവിലൂടെ അവിടുന്ന് നൽകിയിരിക്കുന്ന അനുവാദത്തിനായി ഞങ്ങൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ വായിക്കുന്നത് പോലെ നിന്റെ വിരലുകളുടെ പണിയായ ആകാശത്തെയും നീ ഉണ്ടാക്കിയ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കുമ്പോൾ മർത്യനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്ത്, മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്തുമാത്രം. കർത്താവേ, ഞങ്ങൾ അവിടുത്തെ മുൻപാകെ ഒന്നുമല്ല, ഏതുമല്ല. അവിടുന്ന് എത്രയോ ഉന്നതനാണ്. അവിടുന്ന് സകലത്തിൻ്റെയും സൃഷ്ടാവായ അതിഭയങ്കരനായ ദൈവമാകയാൽ ഞങ്ങൾ അവിടുത്തേക്ക് സകല ബഹുമാനവും അർപ്പിക്കുന്നു. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ അവിടുന്ന് ഞങ്ങളെ തെരഞ്ഞെടുത്ത് അവിടുത്തെ മക്കളും പ്രിയമക്കളുമാക്കി തീർത്തിരിക്കാൻ ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാവിലെ അവിടുത്തെ തിരുമുഖ ശോഭ കാണുവാൻ ഞങ്ങളുടെ വിശ്വാസ കണ്ണുകളെ തുറക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ വിശ്വാസ കണ്ണുകൾ കൊണ്ട് അവിടുത്തെ മുഖം കണ്ടുകൊണ്ട് ഇന്നത്തെ ദിവസം മുഴുവനും ജീവിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയെ സംബന്ധിച്ച് എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിച്ചാട്ടെ. കർത്താവ്, ഇന്നത്തെ ദിവസം സുരക്ഷിതരായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. രോഗികൾക്ക് സൗഖ്യവും ക്ഷീണിതർക്ക് ആശ്വാസവും നൽകി സഹായിക്കണമേ. എല്ലാവരെയും അനുഗ്രഹിച്ചാട്ടെ. അവിടുന്ന് അങ്ങനെ ചെയ്തതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾ പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. ഞങ്ങളുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം